ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവരാഗം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും കാലം ദേവലോകമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പുതിയ ചാനലിൻ്റെ പേരാണ് ദേവരാഗം. അതൊരു പാട സൈഡാണ്. നല്ല മഴയാണ്. ഇപ്പോൾ ഇത് റോഡാണ്. ഈ റോട്ടിലൊക്കെ വെള്ളം കയറി പാടത്തുനിന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കൃഷി ചെയ്തതല്ല, അല്ലാതെ ഉള്ള കൃഷി ചെയ്തതിന് ശേഷമുള്ള ഇത് പൊങ്ങി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കൃഷി ചെയ്തിട്ടില്ല. ഇവിടെ മൊത്തം പാടമാണ്. ഇവിടെയും പാടമാണ്, അപ്പുറ സൈഡൊക്കെ പാടമാണ്. അപ്പം മഴ പെയ്ത് ഇപ്പോൾ വെള്ളം കയറി തുടങ്ങി. മഴ ഇത്തിരിയോട് കൂടുകയാണെങ്കിൽ ഇവിടെയൊക്കെ റോഡൊന്നും കാണില്ല, വെള്ളത്തിലായിരിക്കും റോഡൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. ദേവരാഗം ചാനലാണ് കേട്ടോ ഇത്. ദേവലോകം ചാനലിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം നല്ല പ്രകൃതി സൗന്ദര്യമായ സ്ഥലമാണിത്. മഴ പെയ്തു, വെള്ളം കയറി, തോണിയുണ്ട്, പശുക്കളൊക്കെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഒരു മഴ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തെളിഞ്ഞ വെള്ളമല്ലേ? Such a beautiful place in history of Kerala. പ്രകൃതി രമണീയമായ പുഞ്ചപ്പാടം എന്ത് മനോഹരമാണ്. മോർണിംഗ് വൈബാണ് കേട്ടോ ഇത്. കംപ്ലീറ്റ് കൃഷി, വെള്ളം, മഴ പെയ്ത് കംപ്ലീറ്റ് വെള്ളം കയറിയേക്കണേ. വലയിട്ടേക്കണേ മീൻ പിടിക്കാനായിട്ട്. മീൻ കയറും. അപ്പം മീനിന് വേണ്ടി വല ഇട്ടിരിക്കുകയാണ്. കണ്ട, ഇത് റോഡാണ് കേട്ടോ. ശരിക്കും റോഡ് മൊത്തം വെള്ളമായി. അവിടെ ഒരു വീട്ടുകാരുണ്ട്. അതൊരു വീടാണ്, പക്ഷെ അത് വെള്ളത്തോട് ചുറ്റി കിടക്കുക. ഇഷ്ടമായ സ്ഥലം ചക്കു? സ്ഥലം ഇഷ്ടമായ? വെള്ളപ്പൊക്കം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം പൊക്കണൊക്കെ അതിലെ കൂടെ ഒക്കെ നടക്കണത്. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. വെള്ളം പൊങ്ങിയ സ്ഥലത്തൂടെ ഒക്കെ നടന്ന് വീഡിയോ എടുക്കുന്നത്. ഇവിടുത്തെ ഈ കുറച്ച് ദിവസത്തുള്ള മഴയ്ക്കാണ് ഈ വെള്ളം പൊങ്ങിയത്. പിന്നെ ഇവിടെ വല ഇട്ടിട്ടുണ്ട്. ഇതിനെന്താ കണ്ണ പറയുന്നത്? വല കിട്ടും, നെറ്റ് ഫിഷിങ്. അതായത് റോട്ടിൽ ഇട്ടിട്ടുണ്ട്. കാരണം പിന്നെ മഴ കൂടുതലാകുമ്പോഴത്തേക്കും മീൻ എന്ത് ചെയ്യും, വന്ന് കയറും. അവര് എന്ത് ചെയ്തിട്ടുണ്ട്, നെറ്റ് ഫിഷ് മീനുകളെ അതന്നെ പാടത്തുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെറ്റ് ഇട്ടിട്ടുണ്ട്. വല കെട്ടില്ല കണ്ണ? വല കെട്ടല്ല, നെറ്റ് ഫിഷിങ്. വല കെട്ട് വേറെ. അതെങ്ങനെ ഈ വല കെട്ടുന്ന? അത് ഇനി അടുത്ത ഷോട്ടിൽ പോയി എവിടെയെങ്കിലും ചെറിയ ചെറിയ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. ആമ്പലൊക്കെ ഇങ്ങനെ വെള്ളത്തിന് അടിയിലായിപ്പോയി അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടല്ലേ? ആമ്പലല്ലേ അത്? ഈ ആമ്പലിനൊരു പ്രത്യേകതയുണ്ട്. അതെപ്പോഴും വെള്ളം ഇങ്ങനെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ കണ്ണ? എപ്പോഴും വെള്ളം ശുദ്ധി ചെയ്യുന്ന സസ്യങ്ങളാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാമോ? ഇത്രയും ഭാഗം പാടങ്ങളാണ്, അത്രയും ഭാഗം കരഭാഗമാണ്.
തെങ്ങും റബ്ബറും ഒക്കെയുള്ള കൃഷി ചെയ്യുന്ന കൃഷിക്കാരാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇവിടെ പുഞ്ചപ്പാടങ്ങളാണ് ഇതെല്ലാം. പുഞ്ച കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് ഇതുള്ളത്. ചെറിയ ചെറിയ വീടുകളും ഉണ്ട് അവിടെ. അവരുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉള്ള ആളുകളാണ്. അവിടെ ഒരു ചെറിയ വീടുണ്ട്, ഒരു ദ്വീപ് പോലെ, ഒരു തുരുത്ത് പോലെ. പിന്നെ ഒരു തോണി കിടപ്പുണ്ട്. അങ്ങോട്ട് പോകണോ? കാക്കക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാലിനെന്തോ വെച്ചിട്ടുണ്ട്. കാലെന്തോ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷോക്ക് അടിച്ചായിരിക്കും. അതായിരിക്കും. ജീവനുണ്ട്. വെള്ളമാണ്, എന്നാലും പായലാദ്യമായിരുന്നു പായുന്നത്. ചൊറിയുള്ളത് പാടത്തുനിന്നൊക്കെ കയറിയ വെള്ളത്തിലല്ല ഞാൻ ഇത്ര നേരം നിന്നത്. അപ്പൊ ചൊറിയും ചിലപ്പോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗത്ത് ജപ്പാൻ കുടിവെള്ളമാണ്, മനസ്സിലായി. ഇങ്ങനെ ഒരു പൈപ്പ് ഇവിടെ ഉള്ളത് ഭാഗ്യമല്ലേ. എന്താ ഒരു തോണി വലയിടാനായിട്ട്, പാടത്ത് വലയിട്ട് മീൻ പിടിക്കുന്ന തോണിയാണ്. കണ്ട ഇവിടേക്ക് ഇങ്ങനെ ഉള്ളത് ഭാഗ്യം. ഈ വലയിട്ടിട്ടാണ് മീൻ പിടിക്കുന്നത്. കണ്ട അയ്യോ വേണ്ട 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 വേണ്ട. ഇത് ഞങ്ങളുടെ ചാച്ചൻ വഞ്ചി എടുത്ത് വലയിടാനായിട്ട് പോണേ. ചാച്ചൻ കുട നോക്കണേ കേട്ടാ, കുട കാണാനില്ല. കിട്ടിയാ കുട? കിട്ടിയാ? ആ അതേനാ. അല്ല ഇതിലൊരു നീർക്കോലി പാമ്പുണ്ട്, അപ്പം അതിനെ ഓടിക്കണേണ് ചാച്ചൻ. നിക്ക ചാച്ച, ഞാൻ എന്നെ ഷൂട്ട് ചെയ്യട്ടെ. ഓടിച്ചു വിടറേ. അത് പോയി, അത് അതിൻ്റെ അടിയിലേക്ക് പോയി. വഞ്ചി വള്ളം എടുത്ത് ഇനി പതിയെ അങ്ങാട് തഴഞ്ഞ് പതിയെ പോകും. അതിൽ തുഴയാനുള്ള ഐറ്റം ഉണ്ട്. പിന്നെ ചാച്ചൻ്റെ കയ്യിൽ നീർക്കോളിനെ കുത്താനായിട്ട് നമ്മുടെ തോട്ടിയാണ് കൊണ്ടുവന്നേക്കണം. കണ്ട, പ്രകൃതിപരമായിട്ടുള്ള ജീവിതമാണ്. പുള്ളിക്കാരൻ ഇവിടെ ഒറ്റക്ക് ശാന്തിയെടുത്ത് ജീവിക്കണ ഒരു മനുഷ്യനാണ്. ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. കേട്ടാ, ചാച്ചൻ അത് തള്ളി വല. ഇപ്പൊ വല നീട്ടുവാ? ഇല്ല. കണ്ട, കണ്ട ചാച്ചൻ പ്രകൃതിപരമായിട്ട് ചാച്ചനെ ആസ്വദിച്ചാണ് വള്ളം തുഴയണം. ഇനി തിരിച്ചു വാ. എന്താ വള്ളം തിരിക്കണ കണ്ട, ടെക്നിക്ക് കണ്ട.
എന്നാ ചാച്ചൻ, ഭാര്യ, മക്കള് എല്ലാവരുമായിട്ട് സ്വസ്ഥ ജീവിതം, പ്രകൃതിയായിട്ടുള്ള ലൈഫാണ് ചാച്ചൻ. ആർക്കും ശല്യമില്ല. പിന്നെ നല്ല ഉപദേശങ്ങൾ കിട്ടും നമുക്ക്. ചാച്ചൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ഉപദേശം തരും അല്ലേ ചാച്ച? നല്ല രീതിയിലുള്ള ഉപദേശം കിട്ടും. അതെ അതെ അതെ, സത്യം സത്യം. അതെ അതെ സത്യം. ആ സൂപ്പർ. അതെ അതെ സത്യം. ചാച്ചൻ അടിപൊളി.